അവർക്ക് സമയം നീട്ടിക്കൊടുക്കുക എന്നുള്ള ജോലിയല്ലാതെ ഈ ഗവൺമെൻറ് കാര്യമായി ഒന്നും ചെയ്തില്ല. 2019 തീർക്കേണ്ടത് 6 വർഷം വൈകിട്ടാണ് തീർക്കുന്നത്. അപ്പോൾ ആ മനുഷ്യനാണ് ആരോപണം. പിന്നെ ഈ പിണറായി വിജയൻ ഇന്നലെ കല്ലിട്ട കാര്യം പറഞ്ഞ പിണറായി വിജയൻ ഈ കല്ലിട്ട സമയത്ത് എന്താ പറഞ്ഞത്? ഇത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വയനാട് സംരംഭം ഉണ്ടായപ്പോൾ ഞാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സ്വാഗതം ചെയ്തു. ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതി തുടങ്ങുമ്പോൾ ഇന്ന് ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്ന ജനങ്ങൾക്കറിയാമല്ലോ, ഈ മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറിയാണ്. അന്ന് പറഞ്ഞത് ഈ വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെ ആവശ്യമാണ്, ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായി, ഇത് കേരളത്തിൻ്റെ വികസന സാധ്യതകൾ തുറക്കുന്നൊരു സംഭവമാണ്, അതിൻ്റെ കൂടെ ഉണ്ടാവും. ഞാനന്ന് പ്രതിപക്ഷ നേതാവിനെ ഞാൻ അങ്ങനെ പറയുള്ളൂ. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അങ്ങനെയല്ല പറഞ്ഞത്. ഈ ഉമ്മൻചാണ്ടി ഈ കല്ലിട്ടതിനെ പറ്റി തമാശയാണല്ലോ. കല്ലിട്ടപ്പോൾ പറഞ്ഞത് ഇത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണ്, കടൽ കൊള്ളയാണ്, മത്സ്യത്തൊഴിലാളികളുടെ കണ്ണീരാണ് അവിടെ വീഴാൻ പോണെന്നും. ഒരു കണ്ണീരും വീണില്ലല്ലോ, ഒരു കടൽ കൊള്ളയും നടന്നില്ലല്ലോ, ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടന്നില്ലല്ലോ. 9 കൊല്ലമായിട്ട് ഭരിച്ചിട്ട് അന്നാ പിന്നെ ഒരു അന്വേഷണം നടത്തി ഉമ്മൻചാണ്ടിയെ കുറിച്ച് എന്തെങ്കിലും പറയരുതില്ലേ? അവർ തന്നെ വെച്ചല്ലോ CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ. ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്താ? ക്ലീൻ ചിറ്റാണ് ആ മനുഷ്യൻ ചെയ്തതിന് മുഴുവൻ. അപ്പോൾ ആ മനുഷ്യനെക്കുറിച്ചൊരു വാക്കുപോലും പറയാതെ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അടുത്തുള്ള വീട്ടിലെ കാര്യത്തിൻ്റെ പിതൃത്വം അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. അതാണ് അല്ല, ഞാൻ ഇന്നലെ പറഞ്ഞ എന്തെല്ലാം നുണയാണ് ഈ വാസവൻ മന്ത്രി പറഞ്ഞത്. അദ്ദേഹം ഇത് വിവാദമായി, എന്നെ ക്ഷണിച്ചില്ല എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ വിവാദമായി. കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും ഒക്കെ പ്രതികരിച്ചപ്പോൾ എനിക്കൊരു കത്ത് കൊടുത്തു വിട്ടു അല്ലേ? തലേ ദിവസത്തെ ഡേറ്റ് ഇട്ടാണ് കത്ത് കൊടുത്തു വിട്ടത്. തലേ ദിവസം നിങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ, മനോരമ ഉൾപ്പെടെയുള്ള പത്രത്തിൽ എന്താ പറഞ്ഞത്? വിളിക്കുന്നില്ല, കാരണം ഇത് 4ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ്. 4ാം വാർഷികം സർക്കാർ ബഹിഷ്കരിച്ചിരിക്കുക, അല്ല പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുക, അപ്പോൾ വിളിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എങ്ങനെ ആ ദിവസത്തെ ഡേറ്റ് ഇട്ട് എനിക്ക് കത്ത് തരുന്നത്? നുണയല്ലേ? അപ്പോൾ പിന്നെ പറഞ്ഞു പ്രധാനമന്ത്രിക്ക് അയച്ച പേരിൽ VD സതീശൻ്റെ പേരുണ്ടെന്ന് പറഞ്ഞു. അതല്ലല്ലോ മീഡിയയോട് പറഞ്ഞത്. 4ാം വാർഷിക ആഘോഷമാണിത്. 4ാം വാർഷിക ആഘോഷം ആയതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അന്ന് പിന്നെ നിങ്ങളോട് പറഞ്ഞാൽ പോരെ, പ്രധാനമന്ത്രിക്ക് ഓഫീസിലേക്ക് PMOയിലേക്ക് കത്തയച്ചിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എന്നിട്ട് തീരുമാനം. അങ്ങനെ അല്ലല്ലോ മന്ത്രി പറഞ്ഞത്. മന്ത്രി പറഞ്ഞത് വിളിക്കില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ വിവാദമായി കഴിഞ്ഞപ്പോൾ ഇല്ല. പിന്നെ ഇപ്പോൾ പറയുന്നു കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിയും മാത്രം പ്രധാനമന്ത്രിയും മാത്രം പ്രസംഗിക്കണമെന്ന്. പിന്നെ ഞാൻ എന്തിനാ പോണ്? അപ്പോൾ അപ്രിയ സത്യങ്ങൾ നമ്മൾ വിളിച്ചു പറയുമെന്നുള്ള ഭയം കൊണ്ടാണ് നമ്മളെ മാറ്റിയത്. അത് അവരുടെ ഔചിത്യം. എനിക്ക് പരിഭവമോ പിണക്കമോ ഒന്നുമില്ല. ഒരു ഇവരെ വീട്ടിലെ കല്യാണമൊന്നുമല്ലല്ലോ, ഇത് പൊതുപരിപാടിയാണ്. അത് ജനങ്ങളത് വിലയിരുത്തും, ജനങ്ങൾ വിലയിരുത്തും. മനസ്സിലായില്ല? അത്രയേ ഉള്ളൂ. ഞാൻ അതിനകത്ത് വേറെ പ്രതിഷേധം പോലും എൻ്റെ ഭാഗത്തുനിന്നില്ല, പരിഭവം പോലും എൻ്റെ ഭാഗത്തുനിന്നില്ല. ഞാൻ പങ്കെടുക്കില്ല. കാരണം പങ്കെടുക്കാൻ ഉള്ള കാര്യമില്ല. ഞാൻ അവിടെ ചെന്ന് എന്ത് കാണാൻ പോണ? എനിക്ക് കേരളത്തിലെ പ്രതിപക്ഷത്തെ പ്രതിനിധാനം ചെയ്ത് സംസാരിക്കാനുള്ള അവസരമില്ല. പിന്നെ ഞാനെന്തിനാ പോകുന്നു? പിന്നെ ഇപ്പോൾ ഒരു കസേര പിടിച്ചിടുവാണ് വിവാദമായപ്പോൾ. ആ കസേര അവിടെ ഉണ്ടായിരുന്നില്ല. രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്ന കസേര പോലും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോട് ഉണ്ടായിരുന്നില്ല. ക്ലിയർ ആണല്ലോ. ഉണ്ടെങ്കിൽ PMOയിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ അല്ലല്ലോ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളോട് പറഞ്ഞത് വിളിക്കുന്നില്ല. 4ാം വാർഷികം. ഏത് 4ാം വാർഷികം ഇത്? ഈ ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികമായിട്ട് ആഘോഷിക്കാൻ ആണോ 4ാം വാർഷികം? അതാണ് BJPക്കാർ വ്യക്തമാക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികം ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതെന്ന് BJP സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കണം. അത്രേ ഉള്ളൂ. ഇനി ഒരുമിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. ഒരുമിച്ച് ആഘോഷിച്ചു, ഞങ്ങൾ അതിൽ പ്രതിഷേധമില്ല. നിങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചു. ഏതായാലും ഒരുമിച്ചാണല്ലോ എല്ലാ കാര്യത്തിലും. ഇതിൽ ഒരുമിച്ച് ആഘോഷിച്ചു. ഈ വിഴിഞ്ഞത്തിനെതിരെ UDFും കോൺഗ്രസും സമരം ചെയ്തിരുന്നില്ലേ? ഏത് കാര്യത്തിന്? ഈ വിഴിഞ്ഞത്ത് ഇവിടെയുള്ള തീരപ്രദേശങ്ങളിലടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും വിഴിഞ്ഞത്തിനെതിരെയല്ല സമരം ചെയ്തത്. അവിടുത്തെ ജനങ്ങളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഈ വിഷയം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അഡ്രസ്സ് ചെയ്യപ്പെട്ട വിഷയമാണ്. അതായത് അവിടെ ഈ 2000-3000 മീറ്റർ നീളത്തിൽ ഈ കൽഭിത്തി കെട്ടുമ്പോൾ അവിടെ സേഫ് ആവും. പക്ഷെ ബാക്കിയുള്ള സ്ഥലത്തേക്ക് കുറേ കൂടെ വളറബിൾ ആവും, കടലാക്രമണം രൂക്ഷമാവും. അവിടെ ഇതിൻ്റെ ഈ ഡെവലപ്മെൻറ്റ് റെഫ്യൂജീസ്, വികസനത്തിൻ്റെ ഇരകളുണ്ടാവും. അത് മനസ്സിലാക്കി അന്നത്തെ സമരം ചെയ്ത ആളുകളുമായിട്ട് സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി 475 കോടി രൂപയുടെ ഒരു പാക്കേജ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉണ്ടാക്കി. ഗവൺമെൻറ് ഉത്തരവിറക്കി. പക്ഷേ ഇരകൾ എവിടെ കിടന്നിരുന്നത്? വലിയ തുറയിലെ സിമൻറ്റ് ഗോഡൗണിൽ 450ഓളം കുടുംബങ്ങൾ കിടന്നിരുന്നു. ഞാനാണ് അവിടെ പോയി
അത് കണ്ട് നിയമസഭയിൽ കൊണ്ടുവന്ന് കൈകൂപ്പി ആ പാവപ്പെട്ടവരെ പുനരധിവസിപ്പിക്കണമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി അവർ സമരം ചെയ്തു. ആ സമരത്തിന് ഞങ്ങൾ പിന്തുണ കൊടുത്തു. അത് വിഴിഞ്ഞത്തിനെതിരായിട്ടുള്ള സമരമല്ല, പോർട്ടിനെതിരായ സമരമല്ല. വിഴിഞ്ഞം തുറമുഖം വന്നതുകൊണ്ട് ഉണ്ടായ വികസനത്തിൻ്റെ ഇരകളായി മാറി കാറ്റും വെളിച്ചവും കടക്കാത്ത സിമന്റ് ഗോഡൌണിൽ പ്രസവം വരെ നടന്നോടെ തളർന്നു കിടക്കുന്ന ആളുകളുണ്ട്. 450 കുടുംബങ്ങൾ, പ്രായമായവർ. ഇപ്പോൾ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്തു. അത് ആ സമരം കൊണ്ട്, ഞങ്ങൾ ചെയ്ത സമരം കൊണ്ടും തിരുവനന്തപുരം രൂപത, ലത്തീൻ രൂപതയുടെ നേതൃത്വത്തിൽ നടന്ന ഉജ്ജ്വലമായ സമരം. ആ സമരത്തിന് 1ാമത്തെ ദിവസം മുതൽ 140ാമത്തെ ദിവസം വരെ പിന്തുണ കൊടുത്ത ആളുകളാണ് ഞങ്ങൾ. ആ സമരം ചെയ്തു. ആ സമരം വിഴിഞ്ഞത്തിനെതിരാണ്. എങ്ങനെ? പാവപ്പെട്ട മനുഷ്യരുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടാണ്. ഉമ്മൻചാണ്ടി വച്ച 475 കോടി രൂപ ചെലവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ സമരം നടത്തിയത്. ആ സമരം ശരിയായിരുന്നു. വേടൻ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി പറയുന്നത് ജാഗ്രതക്കുറവ് പരിശോധിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഈ വലിയ തരത്തിലുള്ള വിമർശനം ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട് കൈകാര്യം ചെയ്ത രീതിയെ സംബന്ധിച്ച്. ഞാൻ 2 രീതിയിലാണ് ഇതിനെ ഇത് ചെയ്യേണ്ടത്. ഒന്ന്, ഹൈബ്രിഡ് കഞ്ചാവ് അദ്ദേഹത്തിൻ്റെ ഒന്ന് പിടിച്ചെടുത്തു. ഒരു വിട്ടുവീഴ്ചയും പാടില്ല. നിയമപരമായിട്ടുള്ള എല്ലാ കേസും എടുക്കണം. കാരണം സിനിമ സൈറ്റിലും ഇങ്ങനത്തെ സൈറ്റിലും ഒക്കെ ഇതുള്ളത്. പ്രത്യേകിച്ച് ഇവരെ എല്ലാം വലിയ ഇൻഫ്ലുവൻസേഴ്സാണ്. സൊസൈറ്റിയിലെ ചെറുപ്പക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളാണ്. അവരിത് ഉപയോഗിക്കുക എന്ന് പറയുന്ന മെസ്സേജ് വളരെ മോശമാണ്. ആ കാര്യത്തിൽ അതിശക്തമായ നിയമപരമായ നടപടികളെടുക്കണം. മറ്റു വിഷയത്തിൽ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം ഓവറായി, അതായത് ഒരു പ്രപ്പോഷണലായിട്ട്, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരാളെ വഴക്ക് പറഞ്ഞു, എന്നെ തൂക്കിക്കൊല്ലാൻ പറ്റുമോ? വഴക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കുക. ക്രിമിനൽ IPC പ്രകാരം ഞാൻ നിങ്ങളെ വഴക്ക് പറഞ്ഞു, നിങ്ങളെ ഇൻറ്റിമിഡേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുക. അതിനെന്നെ തൂക്കിക്കൊല്ലാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇതങ്ങോട്ടൊരു വലിയ കൊട്ടി ഘോഷിച്ച് ഒരു ചെറുപ്പക്കാരനെ ഇത് ചെയ്തു. അപ്പോൾ സമാനമായ കേസുകളിൽ അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നൊരു പൊതു ആക്ഷേപം വന്നിട്ടുണ്ട്. അത് ഗൗരവതരമായി പരിശോധിക്കണം. ഫോറസ്റ്റ് എക്സസ് ചെയ്തിട്ടുണ്ട് എന്നാണ് കൂടുതലായി ആ കാര്യത്തിൽ ചെയ്ത്. മറ്റേ കാര്യത്തിലല്ല കേട്ടോ. കാരണം ഞാൻ അത് പറയാൻ പാടില്ല മറ്റേ കാര്യത്തിൽ. കാരണം എൻഫോഴ്സ്മെൻറ്റ് സർക്കാർ ചെയ്യണം എന്ന് ഏറ്റവും ശക്തിയായിട്ട് ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് ഞാൻ. ചെയ്യുന്നില്ല എന്ന് പരാതിപ്പെട്ട ഒരാളാണ്. പോലീസും എക്സൈസും ഈ വിമുക്തിയും മറ്റേ ബോധവൽക്കരണമൊക്കെ മാറ്റിവെച്ച് എൻഫോഴ്സ്മെൻറ്റ് നടത്തിയാൽ അതിനെ പിന്തുണയ്ക്കും. അത് ഇതുമായിട്ട് കണക്ഷൻ ഇല്ല. ഈ രണ്ടാമത്തെ കാര്യത്തിൽ ഫോറസ്റ്റ് സാധാരണ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി കാര്യങ്ങൾ ചെയ്തു എന്നുള്ള ഒരു പൊതുബോധം ഉണ്ടായിട്ടുണ്ട്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ച് അങ്ങനെ കൂടുതലായി ഈ ഒരു വാർത്താ പ്രാധാന്യത്തിലും മറ്റ് കാര്യങ്ങൾക്കുമായി അയാളെ ഹരാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. ഈ മുനമ്പം വിഷയത്തിൽ 2ാം ഘട്ട സമരം പ്രഖ്യാപിക്കുന്ന വേളയിൽ ഇപ്പോൾ എല്ലാവർക്കും സ്വാഗതം എന്നുള്ള നിലപാടാണ്. തങ്ങളെ പിന്തുണയ്ക്കുന്നവർക്കൊപ്പം നിൽക്കാം എന്നുള്ളൊരു നിലപാടാണ് സമരസമിതി ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ റിജിജു വന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായെന്നൊരു പറച്ചിലുണ്ട്. അല്ല, ആ സമരത്തിൻ്റെ കൂടെയാണല്ലോ ഞങ്ങൾ. ആ സമരത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ. നിങ്ങളൊരു കാര്യം ചെയ്യും. ഞാൻ ആ സമരപ്പന്തലിൽ പോയി നടത്തിയൊരു പ്രസംഗമുണ്ട്. ഇതിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. 3 കാര്യങ്ങൾ. ഒന്ന്, ഇത് വഖഫ് ഭൂമി അല്ല. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ പറഞ്ഞത് ഇത് വഖഫ് ഭൂമി അല്ല. ഇപ്പോൾ ഇത് ഭൂമി കൊടുത്ത സത്താർ സെട്ടിൻ്റെ കുടുംബം വഖഫ് ട്രൈബ്യൂണൽ പറഞ്ഞിരിക്കുന്നു ഭൂമി വഖഫല്ല. ഭൂമി ഏറ്റുവാങ്ങിയ ഫറൂഖ് കോളേജ് പറഞ്ഞിരിക്കുന്നു ഇത് വഖഫ് ഭൂമി അല്ല. അപ്പോൾ വഖഫ് ട്രൈബ്യൂണലിൽ അനുകൂല വിധി മുനമ്പത്തെ പാവപ്പെട്ടവർക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോഴാണ് സർക്കാർ പോയി അത് സ്റ്റേ ചെയ്ത്. ഒന്ന് ഞാൻ പറഞ്ഞ പോയിന്റ്. അതിന് 5 കാരണങ്ങൾ പറഞ്ഞിരുന്നു വഖഫ് ഭൂമി അല്ലാതെ. 2, ഞാൻ പറഞ്ഞത് ഇത് മതപരമായ ഒരു ഭിന്നിപ്പിന് വേണ്ടി ഉപയോഗിക്കരുത്. കേന്ദ്രത്തിൽ പെൻഡിങ് ഇരിക്കുന്ന വഖഫ് ബില്ലും ഈ മുനമ്പത്തെ വിഷയവും തമ്മിൽ ഒരു ബന്ധമില്ല. ആ വഖഫ് ബില്ല് പാസ്സായാലും മുനമ്പത്തെ ജനങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ശരിയായില്ലേ? അതല്ലേ കിരൺ റിജിജു എന്ന് പറഞ്ഞത്. നിങ്ങൾ ആ പ്രസംഗം നോക്കുക. ഞാൻ ആദ്യമായി മുനമ്പത്ത് പോയപ്പോൾ അവരോട് പ്രസംഗം. 3ാമത് പറഞ്ഞത് ഇത് മതപരമായിട്ട് ഭിന്നിപ്പുണ്ടാകരുത്, കാരണം ഇതിൻ്റെ പുറകെ ചർച്ച് ബില്ല് വരും. ഇത് പാർലമെൻറ്റിൽ പാസ്സാക്കി അന്ന് RSSൻ്റെ ഓർഗനൈസറിൽ ഇട്ട എന്താ 7 കോടി ഹെക്ടർ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ കയ്യിലിരിക്കേണ്ടത് തിരിച്ചെടുക്കണമെന്നാണ് പറഞ്ഞത്. 3 കാര്യം അതിപ്പോഴും അങ്ങനെ നിൽക്കുകയാണ്. അത് തന്നെയാണ് പ്രസക്തി. ഞങ്ങളുടെ നിലപാടാണ് ശരിയെന്ന് അത് അവർക്കറിയാം, മുനമ്പത്ത് സമരം ചെയ്യുന്നവർക്കറിയാം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വന്നാൽ ഞങ്ങളിത് 10 മിനിറ്റ് കൊണ്ട് ഇത് ക്ലോസ് ചെയ്യും. 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണ്. എന്നെ ഒരുപാട് പരിഹസിക്കുന്നുണ്ട്. എന്തിനാണ് 10 മിനിറ്റ്? ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്നതാണ്. ഈ ഗവൺമെൻറ്റിന് സെക്ഷൻ 97 അനുസരിച്ച് ഒരു അധികാരമുണ്ട് വഖഫ് ബോർഡിനോട്. ആ വഖഫ് ബോർഡിനോട് പറഞ്ഞാൽ മതി ഇത് വഖഫ് ഭൂമി അല്ല എന്ന സ്റ്റാൻഡ് നിങ്ങൾ എടുത്താൽ മതി. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താ? എന്നെക്കുറിച്ചൊരു ഒരു ആക്ഷേപം വഖഫ് ബോർഡ് ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ വഖഫ് ബോർഡ് പറഞ്ഞിരിക്കുന്നത് എന്താ?
സംസ്ഥാന ഗവൺമെന്റിന്റെ അഭിപ്രായമുള്ളത് അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് വഖഫ് ഭൂമിയാണെന്ന് കോടതി വിധികൾ രേഖകളുണ്ടെന്നാണ്. അതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ഇത് വഖഫ് ഭൂമി ആണെങ്കിൽ ഈ പാവപ്പെട്ടവരവിടെ എൻക്രോച്ച് ചെയ്തവരാണ്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുനമ്പത്തെ ആളുകളെ സംരക്ഷിക്കും എന്നൊരു വാക്ക് അപ്പുറത്ത് പറയുകയും ഇപ്പുറത്ത് വഖഫ് ബോർഡിനെ കൊണ്ട് ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയുകയും ചെയ്യുകയാണ്. ഇതാണ് ഇരട്ടത്താപ്പ്. മനസ്സിലായില്ല? ക്ലിയർ അല്ലേ? അതാണ് തട്ടിപ്പെന്ന് പറയുന്നത്. മുനമ്പത്തെ ആളുകളെ കേന്ദ്ര ഗവൺമെന്റ് ചതിച്ചു, ഇവര് വഞ്ചിച്ചു. ഇപ്പോഴും 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം. ഞാൻ ആ 10 മിനിറ്റിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് വഖഫ് ബോർഡിന് ഒരു ഡയറക്ഷൻ കൊടുക്കേണ്ട വിഷയമുള്ളൂ. ആ വിഷയം തീർന്നു. പിന്നെ അത് തീർന്നു. ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണൽ അനുകൂല വിധി ഉണ്ടാക്കാൻ പോയപ്പോൾ എന്തിനാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹൈക്കോടതി പോയി സ്റ്റേ മേടിച്ചത്? അവിടെ ഡോണറും ഡോണിയും, ഭൂമി കൊടുത്തവരും ഭൂമി വാങ്ങിച്ചവരും ഒരുമിച്ച് പറഞ്ഞു വഖഫ് അല്ലാന്ന്. അപ്പം അതിനനുകൂലമായ വിധി ട്രൈബ്യൂണൽ ഉണ്ടാവും. ട്രൈബ്യൂണലിന്റെ കാലാവധി 19 തീയതി തീരും, മെയ് 19. ഇവര് ഹൈക്കോടതി പോയി മെയ് 29 വരെ സ്റ്റേ മേടിച്ചു. എന്നിട്ട് വഖഫാണെന്നും പറഞ്ഞ് നിൽക്കുക. വഖഫാണെങ്കിൽ പാവപ്പെട്ടവർക്ക് എങ്ങനെ സംരക്ഷണം കൊടുക്കണം? വഖഫാണ് എന്ന് ഗവൺമെന്റും വഖഫ് ബോർഡും നിലപാടെടുത്താൽ അവര് കയ്യേറ്റക്കാരല്ലേ? ബിജെപിക്ക് ഈ സമരത്തിൽ വലിയ സ്വാധീനം ഉണ്ടാകുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ ഇന്നലെ അവർ സംസാരിച്ചതനുസരിച്ച് എല്ലാ രാഷ്ട്രീയ ഞങ്ങൾ ആരും അതിൻ്റെ അകത്ത് പതറിയില്ലല്ലോ, ഒരു തരത്തിലും പതറിയില്ല. നിലപാടാണ് തുടക്കം മുതൽ അവസാനം വരെ നിലപാടാണ്. ഞങ്ങൾ വെൽ സ്റ്റഡീഡായിരുന്നു. ഞങ്ങൾ ഈ സബ്ജക്റ്റ് നന്നായി പഠിച്ചിട്ടാണ്, നിയമപരമായി അല്ലാതെയും പഠിച്ചിട്ടാണ് അഭിപ്രായം പറഞ്ഞത്. പഠിച്ച് കൃത്യമായി എല്ലാ വശങ്ങളും നോക്കി അവരെ രക്ഷിക്കണം, ആ ജനങ്ങളെ രക്ഷിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ നിലപാടെടുത്തത്. അതിൽ ഞങ്ങൾ വെള്ളം ചേർത്തില്ല. പൂർണ്ണമായ സത്യസന്ധത ഉണ്ടായിരുന്നു. ഇവർ രണ്ടു കൂട്ടരും നോക്കിയത് മതപരമായ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ്. ഒരു ഇസ്ലാമോഫോബിയ ഉണ്ടാക്കാൻ BJP ശ്രമിച്ചു. പിണറായി വിജയനും സർക്കാരും അതിന് കൊട പിടിച്ചു കൊടുത്തു. ഇത്രയും സംഭവം ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. ഈ പുറത്തൊന്നും പറയണല്ലോ, അവിടെ ഉള്ളവർക്ക് അറിയാം. ഇപ്പൊ ചോദിച്ചു നോക്ക് നിങ്ങൾ. നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളായിരുന്നു. ഈ 3 കാര്യവും സത്യമായില്ലേ? 3 കാര്യവും. ചർച്ച ബില്ല് വന്നില്ലെങ്കിലും കാര്യം എല്ലാവർക്കും മനസ്സിലായില്ല, വരാൻ പോവാണെന്ന്. ഒറ്റ കാര്യം കൂടി, ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നീണ്ടകാലമായി ആവശ്യം ഉന്നയിക്കുന്നു. ജാതി സെൻസസ് രാജ്യത്ത് നടപ്പിലാക്കാൻ പോവുകയാണ്. അത് ബിഗ് സല്യൂട്ട് ടു രാഹുൽ ഗാന്ധി. ആ മനുഷ്യന്റെ പോരാട്ടമാണ്, ഒറ്റയാൾ പോരാട്ടമാണ് നടത്തിയത്. കാസ്റ്റ് സെൻസസ് രാജ്യത്ത് നടപ്പാക്കണം. അതിനവസാനം അവർക്ക് സറണ്ടർ ചെയ്യേണ്ടി വന്നു. ആ മനുഷ്യൻ എല്ലാവരും അദ്ദേഹത്തെ പരിഹസിക്കുകയും ഒക്കെ ചെയ്തു, ഞാനൊന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷേ അത് രാജ്യത്തിന് ആവശ്യമാണ് എന്ന് കോൺഗ്രസിന്റെ നിലപാട് രാഹുൽ ഗാന്ധിയുടെ നിലപാടിന് സമ്മതിക്കേണ്ടി വന്നു. രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച ആളുകളാണ് BJP നേതൃത്വം. കാസ്റ്റ് സെൻസസ് ചോദിച്ചപ്പോൾ പ്രധാനമന്ത്രി അടക്കം പരിഹസിച്ചാണ് രാഹുൽ ഗാന്ധിയെ. ഇതിപ്പോൾ ചെയ്തില്ലേ? അതാണ് ഇതൊക്കെ അവസാനം അതിലെത്തുള്ളൂ, കോൺഗ്രസിലെത്തുള്ളൂ എല്ലാം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മുനമ്പം, വേടൻ വിഷയം, വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം തുടങ്ങിയ വിഷയങ്ങളിലായിരുന്നു സംസാരിക്കുന്നത്. തുറമുഖ മന്ത്രി പറഞ്ഞത് നുണയാണ്, സർക്കാരിനെതിരെ VD സതീശൻ ആഞ്ഞടിക്കുകയായിരുന്നു. പരിപാടി പങ്കെടുക്കില്ല, വിവാദമായപ്പോഴാണ് ഇപ്പോൾ ഒരു കസേര വലിച്ചിട്ടത്. രാജീവ് ചന്ദ്രശേഖരന് കൊടുത്ത കസേര പോലും പ്രതിപക്ഷ നേതാവിന് നൽകിയിട്ടില്ല. ക്ഷണിക്കാത്തതിലൊന്നും പരിഭവമില്ല. ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട്, അവർ എല്ലാം തീരുമാനിക്കട്ടെ എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നു. വിഷയത്തിൽ പിണറായി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. അതോടൊപ്പം തന്നെ വേടൻ വിഷയത്തിലും കഞ്ചാവ് കേസിൽ കൃത്യമായ നടപടി ഉണ്ടാകണം, എന്നാൽ വാർത്താ പ്രാധാന്യത്തിൽ വേടനെ വേട്ടയാടിയ നിലപാട് പരിശോധിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.